അത് തിരിച്ച വണ്ടി അങ്ങനെ തിരിച്ചു. ഇത് കണ്ടോ, ഇത് മാൾഡേല സൈറ്റ്സ് ആണ്. പക്ഷെ നമ്മള് കാണുമ്പോ ഇത് പഞ്ചാബ് പോലെ ഇരിക്കുന്നു കണ്ടോ. പഞ്ചാബ് ആയതുകൊണ്ട് തന്നെ ഒരു പഞ്ചാബി സോങ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടിത്തരാം. ഏതായിരുന്നു ആ പഞ്ചാബി ഹൗസിലെ പഞ്ചാബി സോങ്? മറ്റേത് ചന്ദ്രന്റെ ചന്തമായി ഞാൻ എത്തിയത് പഞ്ചാബിലോ സിന്ധുവിലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ച. ഇത് വെസ്റ്റ് ബംഗാളാ, പഞ്ചാബ് ഒന്നുമല്ല. അപ്പം ഒരു കട്ടാക്കിയാനാരെ മുന്നാരേ. മാൾഡേലെ ഒരു കടുകുംപാടോട്ടത്. എന്താ മഞ്ഞപ്പട്ടി വിരിച്ച് കിടക്കുന്ന പോലെയുള്ള കടുകുംപാടമാണ് കാണാൻ. എന്തൊരു സ്റ്റൈലാണ്. കണ്ണിന് കുളിർമയാണ്. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അത് കണ്ടോ, അങ്ങ് വിദൂരതയിൽ കിടക്കുവാണ് കേട്ടോ. അത്രയുണ്ട്. നമ്മുടെ നെൽപ്പാടമൊക്കെ ഉള്ളതുപോലെയാണ് ഇവിടെ കടുകുംപാടം. ഈ വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്ത കഴിഞ്ഞാൽ ഇത് തന്നെ കാണാനുള്ളത് കേട്ടോ. ഏറ്റവും അധികം ഇത് മാൾഡേയിലാണ്. ഞങ്ങളിപ്പോൾ മാൾഡേന്ന് സിറ്റിയിൽ നിന്ന് ഞങ്ങൾ വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ്. ഇത് കണ്ടോ, ഇന്ന് ഭംഗിയില്ല കാണാൻ. പാടിക്കോ, അച്ചുകൂടി എന്നിട്ട് പാട്ട് പാടുന്നുണ്ട്, കടുകിൻ്റെ പാട്ട്. കടുകുവയലോരത്ത് വിളയും പാടത്ത്. അപ്പൊ ഇതാണ് ആ മനോഹരമായ കാഴ്ച. കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്ന സായന്തനത്തിൽ രാവിലെ കണ്ടോ ഫോട്ടോ എടുക്കുന്നു. മാൾഡേയിലെ തെരുവ് വീതികളിൽ കൂടിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ രാവിലത്തെ മോർണിംഗ് വൈബാണിത്. മോർണിംഗ് വൈബ്. ഇവിടെ വഴിയോരങ്ങളിലുള്ള ശില്പങ്ങളാട്ടോ മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. നമ്മള് ഗാങ്ടോക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ ആടിനെ കൊണ്ടുവന്നുണ്ടോ സഞ്ചിയിലാക്കി. ആടുതേ സഞ്ചിയിൽ ശരിക്കും കാണത്തില്ല. എന്തായാലേ തണുപ്പായിട്ടോ. അത് അങ്ങൊരെണ്ണം പച്ച കുഞ്ഞിപ്പശു. വെസ്റ്റ് ബംഗാളിൽ നിന്നും സിലിഗുരിയിലേക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ കണ്ട തേയിലത്തോട്ടം. സാധാരണ നമ്മൾ മലകൾക്കിടയിലും മലേന്റെ മുകളിലൊക്കെ കാണുന്ന തേയിലത്തോട്ടം റോഡ് സൈഡിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ സിലിഗുരി എത്താറായിരിക്കുന്നു. അപ്പം സിലിഗുരി എത്താറായപ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ ഭൂപ്രകൃതിയൊക്കെ മാറി. അതായത് ഫുള്ള് മഞ്ഞും തേയിലത്തോട്ടങ്ങളും അങ്ങനെ. പിന്നെ റോഡ് രാജസ്ഥാൻ പോലെയും സൈഡ് മൂന്നാർ പോലെയും ഡിഫറൻസ്. അപ്പം അതിമനോഹരമായ ഒരു യാത്രയുടെ ഇതാണ് ആ പറഞ്ഞ തേയിലത്തോട്ടം. നമ്മുടെ നാട്ടിലെ തേയില എസ്റ്റേറ്റ് പോലെ തന്നെ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. തേയില വർക്കേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇന്ന് സൈൻ ഓഫ് പറയുന്നത് ശ്രീമാൻ ഡഗ്ലു ആണ്. ഡഗ്ലുവിലേക്ക് വരാം. ഐ ആം ഡഗ്ലു. പറഞ്ഞോ. കിലോമീറ്റർ അല്ല 4 മണിക്കൂർ. ഹലോ ഗൈസ്, ഞങ്ങൾ സിലിഗുരി എത്തി കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്നിവിടെ താമസിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നേരത്തെ എത്തിയല്ലേ. സിക്കിം.
വേറെന്തോ പറയാൻ വന്നല്ലോ പപ്പ? ഞാൻ നീ സൈൻ ഓഫ് പറഞ്ഞോ. നമ്മളിപ്പോൾ കലിംപോങ്, ഗാങ്ടോക്ക്, സെവോക്ക്, സിലിഗുരി ടൗണിന്റെ പാർശ്വഫലങ്ങളിൽ പാർശ്വഫലങ്ങള് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാർശ്വഭാഗം. CPM-ന്റെ കൊടിയുള്ളപ്പോ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു. ഇതൊക്കെ റൈറ്റ് സൈഡില് സിലിഗുരി ആട്ടോ, സിലിഗുരി ടൗൺ. ഫുള്ള് തണുപ്പിന്റെ ഡ്രസ്സുകൾ, സാധനങ്ങൾ, ഫുള്ള് ഷാള്, മറ്റേ തണുപ്പിന്റെ സാധനങ്ങൾ. ടെഡി ബിയർ നോക്കി, ടെഡി ബിയർ. അവിടുന്ന് റൈറ്റ് എടുക്കാൻ പറയുന്നു. ഞങ്ങൾ സിലിഗുരിയും കടന്ന് ഒരു ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 100 കിലോമീറ്ററിൽ നമുക്ക് ഗാങ്ടോക്ക് കാണാം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഈസ് ദ ബെസ്റ്റ് പോലീസ് ഇൻ ഇന്ത്യ. അപ്പം നമ്മൾ പതുക്കെ സിക്കിമിൻ്റെ അകത്തേക്ക് കിടന്നു. We are going to Sikkim. And here it is. It's nothing else. Gangtok. 54 കിലോമീറ്റർ ഉണ്ട്. Wow. ഒരു എന്തോ ഉണ്ട്, എന്തോ ആണ്. നമ്മൾ ഇന്ത്യയുടെ കുഞ്ചിയിലേക്ക് പോവുകയാണ്. So, ജയ് സിക്കിം. വന്നില്ലേ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതി. കേരനിരകളാടും ഒരു ഹരിത ചാരു സിക്കിം. അപ്പം ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാടാണ്. കേരനിരകളൊന്നും ഇവിടെ ഇല്ല. മഹാഗണിയാണോ എന്നൊരു സംശയം. നല്ല രസമുള്ള ഒരു കാട്. ബോർഡ് വരുന്നുണ്ട്. ഒന്ന് ഭയചകിതനായി ചെയ്യുന്നത്. ബോർഡ് വരുന്നതൊക്കെ നമ്മൾ മാറ്റണ്ടേ? ആഹാ, ആപ്കാ സ്വാഗത് ഹേ. ഓ സവോക്കെ, വെൽക്കം സവോക്കെ. സവോക്കെ, സവോക്കെ. സേബക്. ഇപ്പൊ നമ്മള് സിക്കിം ഡിവിഷനിലെ ഒരു ഫോറസ്റ്റിലൂടെ കിടന്നു പോകണം. ആ, ഇത് ഡാർജിലിംഗ് ഡിവിഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഡോ ടിബറ്റൻ പോലീസ് ഫോഴ്സ് ഒന്നുണ്ട്. അപ്പൊ അതിന്റെ അതിർത്തികൾ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ബംഗാളിൽ തന്നെയാ ഉള്ളതല്ലേ ഇപ്പോഴും. ആ, നമ്മൾ ഓൾമോസ്റ്റ് ബോർഡറിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം ഭൂപ്രകൃതിയും നമുക്ക് ഈ ഒരു യാത്രയിൽ ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ യാത്രയുടെ 1-ാം ഘട്ടത്തിൽ സമുദ്രങ്ങളും യാത്രയുടെ 2-ാം ഘട്ടത്തിൽ ഇപ്പൊ കാടുകള്, പിന്നെ മറ്റേ പ്ലെയിൻ, നരച്ച ഡ്രൈ ലാൻഡ്, നമ്മുടെ ഇന്ത്യയുടെ 3/4 ഭാഗമൊക്കെ ലാൻഡ്. പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് മഞ്ഞും സ്നോയും കൂടി കലർന്ന മറ്റൊരു ടൈപ്പ് ഭൂപ്രകൃതി. ഇതാണ് ഞങ്ങളുടെ ഓൾ ഇന്ത്യ ടൂർ. ശരി ശരി. ഹലോ ഗൈസ്, ഞങ്ങൾ സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് പോകുന്ന വഴി ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയ സ്ഥലമാണ് പ്രിയ ഹോട്ടൽ. നല്ല ഫുഡായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോറസ്റ്റ് ഒക്കെ കടന്ന് തീസ്ത നദിയുടെ കരയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ കുരങ്ങന്മാരൊക്കെ. വഴി ഭയങ്കര മോശം. ഇവിടുന്ന് 88 കിലോമീറ്റർ ഉണ്ട് ഗാങ്ടോക്കിന്. അതാ കുരങ്ങന്മാരിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അവിടെ ആ കാണുന്ന ആ തീസ്ത നദി. അപ്പൊ ഇതാണ് നമ്മള് പതുക്കെ മല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ ഏകദേശം 3-ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും സന്ധിക്കും വരേക്കും അമിഗോസ് അഡിഗോസ് പറ. ഇതാണ് നമ്മുടെ എന്താ നദിയാടാ? തീസ്ത നദി വളരെ വലിയ നദി കേട്ടോ. ഇന്ത്യയിലെ തന്നെ അവിടുന്ന് കാണാൻ പറ്റുന്നില്ല. അതിന്റെ കരയോരമൊക്കെ നല്ല രസമുള്ള സംഭവമാണ്.
ഒരു മലയാ. അതിന്റെ താഴെ തീസ്താ നദി. അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പാറയൊക്കെ വന്ന് വീട് റോഡിലേക്ക് വീഴാതിരിക്കാനാണ് തോന്നുന്നത് ഈ ബാരിയർ പോലെ ഇത് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കല്ലുകൾ പിണഞ്ഞാണ് വെച്ചിരിക്കുന്നത്. താഴെ തീസ്താ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മനോഹരിയായി ഒഴുകുകയാണ് നമ്മുടെ തീസ്താ നദി. ഇത് സിക്കിമിൽ നിന്ന് നേരെ ബംഗാളിലേക്ക് പോകുന്ന നദിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. അങ്ങോട്ട് മുന്നോട്ടൊക്കെ ഭയങ്കര ഭീമാകാരനായിരുന്നു. ചെറിയ സാൻഡ് ബീച്ച് പോലെയാണ് അതിൻ്റെ കരകളുള്ളത്. അതാ ഇപ്പുറത്തെ സൈഡിലാണ് മലനിരകളും. ആഹാ, നമ്മളെപ്പോലെയുള്ള ടൂറിസ്റ്റുകൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ആരൊക്കെയോ മീൻ പിടിക്കുന്നത് കാണാം. ഇതൊരാളെ പരിപാടി മീൻ പിടുത്തം. ഓ, റിവർ റാഫ്റ്റിംഗ് ഉണ്ടല്ലോ. ിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാങ്ടോക്കിൽ തന്നെ ഇനി ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റേഴ്സോട് അപ്പോഴാണ് ഈ നമ്മുടെ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ലൈറ്റ് കിട്ടി ഈ അടിപൊളി തുരന്തം കണ്ടത്. തുരങ്കം കണ്ടത്. എന്നെ പിടിച്ചിരിക്കരുത്. നമ്മൾ ഗാങ്ടോക്ക് സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു റൂമൊക്കെ ബുക്ക് ചെയ്യാനുള്ള തിരക്കിലായതുകൊണ്ട് പിന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ സിക്കിമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. സിക്കിമിലേക്ക് ഓൾറെഡി എത്തിയായിരുന്നു. അതുകൊണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഇത് ഒരു ബോർഡ് ഉണ്ട്, അതെടുത്തുനിന്ന് അപ്പം സിക്കിമിൽ ഗാങ്ടോക്കിൽ എത്തിയിട്ടാണ്. ഗാങ്ടോക്കിന് ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും മറ്റൊരു തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഏകദേശം 20 കിലോമീറ്റർ ഓടാൻ വെറും 1 മണിക്കൂർ മതി നമ്മൾ ഗാങ്ടോക്ക് എത്തും. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടായിരിക്കും ഈ ഇതിലുള്ള ഒരു ലൈറ്റിംഗ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തുറമുഖം വേറെ, അത് കടലിൻ്റെ അടുത്തുള്ള സ്ഥലം. തുരങ്കം അതാണ് കറക്റ്റ് വാക്ക്. ഭാഷയിൽ ചെറിയ അത്രയധികം ജ്ഞാനമില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഫൈനലി ഞങ്ങൾ ഗാങ്ടോക്കിലെത്തിയിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മൾ ഗാങ്ടോക്കിൻ്റെ എൻട്രിയിലാണുള്ളത്. ഞങ്ങളുടെ വണ്ടി മന്ദം ഗാങ്ടോക്കിൻ്റെ മലനിരകൾ കീഴടക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ്. വെൽക്കം ടു സിക്കിം. എൻ്റെ ഫുഡ് ചെക്ക്. അങ്ങനെ ഞങ്ങൾ ഗാങ്ടോക്ക് എത്തിയിരിക്കുകയാണ്. രാത്രി ഏകദേശം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു ഹോട്ടൽ തപ്പണം. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതല്ല.